മലപ്പുറം മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ. മലപ്പുറം പൈത്തിനിപ്പറമ്പ് സ്വദേശി ജാഫറിനാണ് മർദ്ദനമേറ്റത്. കാക്കി ഷർട്ട് ഇടാത്തതിന് 500 രൂപ പിഴ ഈടാക്കി. പിഴത്തുക കുറച്ചു തരണമെന്നാവശ്യപ്പെട്ടതോടെയാണ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചത്. മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഡ്രൈവർ നൌഷാദിനെ മലപ്പുറം ആംഡ് ഫോഴ്സ് ആസ്ഥാനത്തേക്ക് താൽക്കാലികമായി സ്ഥലം മാറ്റി. കൈ കാണിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ 250 രൂപ അടിച്ചതാണ്. അപ്പം എന്താ സാറേ കാക്കിടാത്തോണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർ കാക്കിടാത്തോണ്ട് തന്നെയാണ് 250 അടിച്ചാലാണ്. അപ്പോൾ സാറേ ആകെ അതിന് കുറഞ്ഞ തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. സാറിൻ്റെ ലൈസൻസ് ഒക്കെ വാങ്ങിയിട്ട് ടൈപ്പൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഈ സ്ലിപ്പ് വന്നു, മെഷീനിൽ സ്ലിപ്പ് വന്നപ്പോൾ 500 രൂപയാണ് വന്നത്. അപ്പം ഞാൻ 250 പറഞ്ഞത് 500ആണ്. അപ്പോൾ സാറേ ഇത് 250 അല്ലല്ലോ 500 അല്ല സാറേ, നിങ്ങൾ 250 അല്ല പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇത് ഞാൻ 250 തരാം, നിങ്ങൾ ഇത് കുറയ്ക്കിന്ന് പറഞ്ഞാൽ നീ അക്ഷയ പോയി അടച്ചു പറഞ്ഞു. അല്ല സാറേ അങ്ങനെ പറയില്ല, നിങ്ങൾ പോവല്ലേ പറഞ്ഞു. സാറേ അയാൾ പോയപ്പോൾ ഞാൻ കൂടെ പോയി അപ്പോഴാണ് അയാൾ അടിക്കുന്നത്. എത്ര തവണ അടിച്ചു? 2-3 പ്രാവശ്യം 4 പ്രാവശ്യം അടിച്ചു. എനിക്കതൊന്നും ഓർമ്മയില്ല. അപ്പം ഞാൻ ആ ഒറ്റടിയിൽ തന്നെ എനിക്കാകെ തരിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുഖത്തടിച്ചു, ഇവിടെ കൊണ്ടത് ഫസ്റ്റിൽ. അങ്ങനെ ഞാൻ അപ്പോൾ ഇവർ പിന്നെ എന്നെ നീ സ്റ്റേഷനിക്ക് പറഞ്ഞു കണ്ട് ഒന്നുമില്ല സ്റ്റേഷനിക്ക് ഇവിടെ തന്നെയാണ് സ്റ്റേഷന് കുറച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ അവർ ബാക്കിൽ പോലീസ് ജീപ്പിന്റെ പിറകിൽ കയറ്റി എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകണ്ടായത്. പരാതി ഇല്ലാന്ന് എഴുതി വാങ്ങിച്ചു, ഒപ്പിട്ട് വാങ്ങിച്ചു. ഞാൻ തന്നെ എഴുതിയത്, എൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതിയ വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ച് എൻ്റെ ആധാറിന്റെ കോപ്പി അവർ വാങ്ങി വെച്ചു. ജംഷീർ കൊടിഞ്ഞിന്റെ വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ആ യുവാവിന് എത്രത്തോളം മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നുള്ളത്. ആ ദൃശ്യം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ അയാൾക്ക് സാധിക്കുമായിരുന്നില്ല എന്നും വ്യക്തമാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം ഉണ്ടായിട്ടുണ്ടോ? ഇനി നിയമ നടപടിയുമായി നീങ്ങാൻ ഈ യുവാവ് തീരുമാനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ജിൽസി, അതായത് ഈ യുവാവിന് മർദ്ദനമേറ്റു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ യുവാവ് ഇപ്പോൾ വലിയ ട്രോമയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. മാനസികമായി വളരെ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലതവണ ഈ പോലീസുകാരൻ യുവാവിനെ മുഖത്തടിക്കുകയും അതോടൊപ്പം തന്നെ ഷർട്ടിന് കുത്തിരി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ അടി കൊണ്ടതിനേക്കാൾ ഏറെ ഇപ്പോൾ ഈ യുവാവ് ആകെ മാനസികമായി തകർന്നിരിക്കുന്നു. നമ്മൾ അല്പം മുമ്പ് അവിടെ പോയിരുന്നു, യുവാവിനെ കണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. വളരെ വലിയ ഒരു മാനസിക ആഘാതമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ പോലീസുമായി അത്തരത്തിലുള്ള ഒരു കാര്യവും ഒരു നടപടിയും നേരിടാത്ത ഒരു സാധാരണക്കാരനായ യുവാവ്, അന്നത്തെ തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റാൻ വേണ്ടി പോകുന്ന ഒരു യുവാവ്, അയാൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 11 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മഞ്ചേരി വെച്ച് ഈ ബാങ്കിലേക്ക്, അതായത് സ്വകാര്യ ബാങ്കിലേക്ക് പണവുമായി പോവുകയായിരുന്ന വാഹനത്തിന്റെ ഡ്രൈവറായിരുന്നു ജാഫറിനെ തടഞ്ഞു നിർത്തി പിഴ ഈടാക്കുന്നത്. കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് 250 രൂപ പിഴ അടക്കണമെന്ന് പറയുന്നു. പിന്നീട് മെഷീനിൽ നിന്ന് 500 രൂപയുടെ റെസിപ്റ്റ് വരുന്നു. ഇത് വന്നതോടുകൂടി സാർ എന്റെ കയ്യിൽ പണമില്ലെന്ന്, നേരത്തെ 250 ആയിരുന്നു പറഞ്ഞിരുന്നത്, ഇതിൽ 500 ഉള്ളത് കുറച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടുകൂടി പോലീസുകാരൻ ഈ ജാഫറിനെ ക്രൂരമായി മർദ്ദിക്കുകയും പലതവണയായി മുഖത്തടിക്കുകയും ചെയ്തു. ഈ സമീപത്തുണ്ടായിരുന്ന വാഹനത്തിലെ ഒരാളാണ് മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മുൻപ് തന്നെ അടി തുടങ്ങിയിരുന്നു, പലതവണ അടിച്ചിരുന്നു. അതിനുശേഷമാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം അദ്ദേഹത്തെ അടിക്കുന്നതും കുത്തിന് പിടിക്കുന്നതെല്ലാം. പിന്നീട് മറ്റു പോലീസുകാർ വന്ന് അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതെല്ലാം. പിന്നീട് ജാഫറിനെ പോലീസ് ജീപ്പിൽ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം അവിടെ ഇരുത്തുന്നു. ഈ സമയത്തെല്ലാം ഈ യുവാവ് വളരെ പേടിച്ച് ഒരു അവസ്ഥയിലായിരുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. പിന്നീട് മൊബൈൽ ഫോണും ആധാർ ഉൾപ്പെടെയുള്ളവ അവിടെ വാങ്ങിവെക്കുന്നു. പിന്നീടാണ് പോലീസുകാർക്ക് ഇതിനകത്ത് ഒരു പന്തികേട് തോന്നിയത്. മുതിർന്ന ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഇതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് മറ്റു പോലീസുകാർ പറഞ്ഞതോടുകൂടി CI ഉൾപ്പെടെയുള്ള പോലീസുകാർ ഇദ്ദേഹത്തോട് പരാതിയില്ല എന്ന് എഴുതി വാങ്ങി വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് 1 മണിക്കൂറിലധികം സമയം ഒരു കാര്യവുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിഴ ഒടുക്കാൻ, അതായത് കാക്കിയിട്ടില്ലെങ്കിൽ പിഴ ഒടുക്കാം, അല്ലെങ്കിൽ അത് കുറച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നത് സർവ്വസാധാരണതയാണ്. പക്ഷെ അതിന്റെ പേരിലാണ് ഈ പോലീസുകാരൻ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും പൊതുജന മധ്യത്തിൽ, എന്ന് വെച്ചാൽ ഒരു ക്രിമിനലിനെ കൈകാര്യം ചെയ്തതിനേക്കാൾ ഉപരിയായി ഇദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം, ഈ പോലീസ് തന്നെ ഈ വാഹന പരിശോധനയ്ക്കിടെയൊക്കെ ക്രൂരമായി മർദ്ദിക്കുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് പോലീസ് സേനയ്ക്ക് മുഴുവൻ നാണക്കേടാകുന്ന കാര്യമാണ്. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകിയത്.